ഒരു ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഏതൊരു മേഖല എടുത്താലാണ്, ഏതൊരു കാറ്റഗറി എടുത്താലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആകാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്. സോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഏതൊരു മേഖലകളാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൈ ഡിമാൻഡുള്ള വസ്ത്രങ്ങൾ നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് തരുന്നതാണ്. അതുപോലെ തന്നെ നല്ല പ്രോഫിറ്റ് മാർജിനുള്ള ഡിമാൻഡ് ഉള്ള വസ്ത്രങ്ങൾക്ക് കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ബയേഴ്സ് എപ്പോഴും റീപർച്ചേസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ലോ റിട്ടേൺ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെങ്കിലും നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെയുള്ള ഒരു 5 തരം മേഖലയെക്കുറിച്ചാണ്, 5 തരം കാറ്റഗറി ഓഫ് വസ്ത്രങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് എത്നിക് വെയർ ആണ്. നമുക്കറിയാം വിവാഹം പോലുള്ള വസ്ത്രങ്ങൾ, വിവാഹം പോലുള്ള ഫംഗ്ഷനുകൾ, ഫെസ്റ്റിവലുകൾ ഒക്കെ നമുക്ക് കേരളത്തിലും അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഒരുപാടുണ്ട്. സോ അങ്ങനെ ഒരു എത്നിക് വെയർ എൻ്റെ കളക്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ആ എത്നിക് വെയറിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 30 to 50% വരെ നമുക്ക് ലാഭം കിട്ടുന്ന തരത്തിൽ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം കിഡ്സ് വെയർ എപ്പോഴും ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. നല്ല കിഡ്സ് വെയറുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് കംഫർട്ട് തരുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല കംഫർട്ട് കൊടുക്കുന്ന തരത്തിലുള്ള കിഡ്സ് വെയറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഹൈ ഡിമാൻഡ് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നമുക്ക് അത്ലറ്റ്സ് വെയർ അല്ലെങ്കിൽ ലങ്സ് വെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന വസ്ത്രങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് കോട്ടുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വസ്ത്രങ്ങൾ നമുക്ക് കോവിഡിന്റെ സമയത്ത്, ആ പാൻഡമിക് സമയത്ത് മാനുഫാക്ചർ ചെയ്തിരുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്ലറ്റ്സ് വെയർ ആണെങ്കിലും കംഫർട്ടബിൾ തരുന്ന അത്ലറ്റ്സ് വെയറുകൾക്ക് എപ്പോഴും നല്ല ഡിമാൻഡ് ആണ് ഉള്ളത്. അപ്പോൾ ആ അത്ലറ്റ്സ് വെയറിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ബിസിനസ് പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ബ്രൈഡൽ കളക്ഷനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബ്രൈഡൽ കളക്ഷന് നല്ല മാർജിൻ തരുന്ന മേഖലയാണ്. സോ ബ്രൈഡൽ കളക്ഷനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇപ്പോൾ നമുക്ക് പ്ലസ് സൈസിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് ഒരുപാട് ലോയൽ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല കംഫർട്ട് തരുന്ന മെറ്റീരിയൽ കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലൊരു ലോയൽ കസ്റ്റമറെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മേഖലയാണ്. സോ അതിനകത്ത് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്കും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ 5 കാറ്റഗറിയിലുള്ള വസ്ത്രങ്ങളിലും ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് നന്ദി, ബൈ ബൈ.